പ്രാർത്ഥന എന്നത് മൗനമായി പള്ളിയിലായാലും വീട്ടിലായാലും എവിടെ ആയാലും മൗനമായിരുന്നു ചെയ്യേണ്ട ഒരു കർമ്മമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലൂടെ മറ്റു മനുഷ്യർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥനയുടെ ശരിയും തെറ്റും അറിയാവുന്നവരുണ്ട് ഭൂമിയിൽ. ഒരു കൂട്ടർക്ക് പ്രാർത്ഥന ശരി, മറ്റൊരു കൂട്ടർക്ക് ശരിയല്ല. അപ്പോൾ ഇവർ തമ്മിൽ വ്യത്യാസമിരിക്കുന്നത് കൊണ്ട് ഒരു കൂട്ടരുടെ പ്രാർത്ഥന മറ്റൊരു കൂട്ടർക്ക് ശല്യമാവാൻ പാടില്ല. അപ്പോൾ പള്ളികളിലായാലും ശരി, പൊതുസ്ഥലങ്ങളിലായാലും ശരി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൈക്ക് ഉപയോഗിക്കുന്നത് ശരിയല്ല. ഈ ഭൂമിയിൽ അനേകം പ്രവാചകന്മാർ വന്നതായിട്ട് മനുഷ്യർ സ്വയം വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അവരാരും പ്രവാചകരല്ല, നമ്മെപ്പോലെ മനുഷ്യർ തന്നെയാണ്. ആരും ഒരു മനുഷ്യനും ഒരു വ്യത്യാസവുമില്ല. ഒരാൾ ഡോക്ടറാകുന്നു, ഒരാൾ എൻജിനീയറാകുന്നു, മറ്റൊരാൾ കൃഷിക്കാരനാകുന്നു, അല്ലെങ്കിൽ ഓരോ തൊഴിലുകൾ ചെയ്യുന്നു. അതേപോലെ ഓരോ മനുഷ്യർ വ്യത്യസ്തമായ രീതിയിലുള്ള അവരുടെ ടാലൻറ്റുകളെ വികസിപ്പിക്കുന്നുവെന്ന് മാത്രം. അതിനെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുകയും അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. മൈക്ക് സെറ്റ് ഭൂമിയിൽ വന്ന ഒരു പ്രവാചകന്മാരും ഉണ്ടാക്കാൻ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ അതിനുള്ള ടെക്നോളജി നമുക്ക് പറഞ്ഞു തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ആ നിലയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്നത് ശരിയല്ല. സഭകളിൽ അത് വലിയ ശല്യമായി മാറുന്നുണ്ട്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് തന്നെ എൻ്റെ അറിവിൽ 7-8 പള്ളികളുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി ഒരേ സമയത്ത് ചില ദിവസങ്ങളിൽ മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. കൂടാതെ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, എല്ലാവരും മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്നു. ഒരേ സമയത്തായിരിക്കും. അത് വലിയ ശല്യമായി മാറുന്നുണ്ട്. സഹിക്കാൻ വയ്യാതെയാകുന്നുണ്ട്. ഭയങ്കരപ്പെട്ട പൊല്യൂഷനായി മാറുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ മൗനമായിരുന്നു പ്രാർത്ഥിക്കുക. അവരവരുടെ വിശ്വാസം അവരവരുടെ മനസ്സിലിരിക്കട്ടെ. മറ്റുള്ളവരെ കൂടി അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള നിർബന്ധം എന്താണ്? നിങ്ങളൊന്നിൽ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൽ തന്നെ നിന്നോട്ടെ. ഇതിനെ മറ്റുള്ള മനുഷ്യരെ ഒത്തിരിക്കുന്നത് അതല്ലേ ശരി? ചിന്തിച്ചു നോക്കൂ. ഓരോരുത്തരും ചിന്തിച്ച് സ്വയം തന്നെ ഒരു നിയന്ത്രണത്തിൽ എത്തുന്നതല്ലേ നല്ലത്. ഏതെങ്കിലും ഒരു സഭാവിവാഹം അല്ലെങ്കിൽ ഒരു മതവിവാഹം അത് മാതൃക കാട്ടിക്കൊടുത്താൽ അറിവില്ലാത്ത മറ്റു മതക്കാർക്ക് അതൊരു മാതൃകയാവില്ലേ? ആരാണോ ആദ്യം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നോ അവരത് മാതൃകയായി മാറും. അവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ. ഇവിടെ 4 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് പ്രാർത്ഥിക്കുന്ന അത് മൈക്ക് സെറ്റിൽ കൂടി. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആരെ മാനസാന്തരപ്പെടുത്താനാണ്? ആരെ ആ മതത്തിലേക്ക് കൊണ്ടുവരാനാണ്? അതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ആരെങ്കിലും മതം വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? ഒരു ശല്യമായി മാറും മറ്റുള്ള മനുഷ്യർക്ക്. ആയതിനാൽ അവരവർ തന്നെ ചിന്തിച്ച് അവരവരുടെ സഭാ കമ്മിറ്റികൾ, അവരവരുടെ പള്ളി കമ്മിറ്റികൾ, അവരവരുടെ
ക്ഷേത്ര കമ്മിറ്റികൾ സഭയ്ക്കകത്ത് അവർക്ക് എല്ലാവർക്കും ഓരോ പള്ളികളും ക്ഷേത്രങ്ങളും ഉണ്ട്. ആ കാമ്പൗണ്ടിനകത്ത് കേൾക്കാവുന്ന രീതിയിൽ അവർ സംസാരിച്ചോട്ടെ, അവർ കൂവി വിളിച്ചോട്ടെ, അട്ടഹസിച്ചോട്ടെ. മറ്റ് മനുഷ്യർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ മൈക്ക് സെറ്റ് സഭകളിലും പള്ളികളിലും ആരാധനാലയങ്ങളിലും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉചിതം, ഏറ്റവും നല്ലത്. എല്ലാവരും ചിന്തിച്ച് അതൊരു ഗവൺമെൻറ് ആയാലും ശരി, കോടതികളായാലും ശരി, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിയമപരമാക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.